നമസ്കാരം. ഫെസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരുവന്താനം ആനചാരിയിൽ വീട്ടമ്മ വെട്ടേറ്റ് മരിച്ചു. കൊട്ടാരത്തിൽ അപ്പച്ചന്റെ ഭാര്യ മേരിയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബാർക്കോഴ അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ കാണിക്കുന്ന ആത്മാർത്ഥത കോഴ വാങ്ങിയതിനെ കുറിച്ചും അന്വേഷിക്കാൻ കാണിക്കണമെന്നും PC ജോർജ് MLA. കൈതകൃഷി സബ്സിഡി വിഷയത്തിൽ ചില കൈതക്കച്ചവടക്കാരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഒരു വിഭാഗത്തെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് കൂട്ടിക്കൽ യുവജനവേദി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വാർത്തകൾ വിശദമായി. പെരുവന്താനം ആനചാരിയിൽ വീട്ടമ്മ വെട്ടേറ്റ് മരിച്ചു. കൊട്ടാരത്തിൽ അപ്പച്ചന്റെ ഭാര്യ മേരിയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെരുവന്താനം ആനചാരി കൊട്ടാരത്തിൽ 62 വയസ്സുള്ള മേരിയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് മേരിയുടെ ഭർത്താവ് അപ്പച്ചൻ എന്ന് വിളിക്കുന്ന 66 വയസ്സുള്ള ദേവസിയെ പീരുമേട് CI PV മനോജ് കുമാറും പെരുവന്താനം SI TD സുനിൽകുമാറും സംഘവും അറസ്റ്റ് ചെയ്തു. സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ: 3 മക്കളുള്ള ഇവർ ആനച്ചാരിയിലെ വീട്ടിൽ ഇരുവരും മാത്രമാണ് താമസിക്കുന്നത്. സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന അപ്പച്ചൻ കഴിഞ്ഞ ദിവസവും ഭാര്യയുമായി വഴക്കുണ്ടാക്കിയതായി പറയുന്നു. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ഭാര്യ മരിച്ചതായി അപ്പച്ചൻ പലരോടും വിളിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ ആരും ഇത് കാര്യമാക്കിയില്ല. പുലർച്ചെയോടെ മേരിയുടെ സുഹൃത്തും അയൽവാസിയുമായ സ്ത്രീ വീട്ടിലെത്തിയപ്പോഴാണ് മരണവിവരം പുറം ലോകം അറിയുന്നത്. വിവരമറിഞ്ഞെത്തിയ പെരുവന്താനം പോലീസ് വീട്ടിലെത്തി അപ്പച്ചനെ ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. ആനചാരി ഭാഗത്ത് ഒരു സ്ത്രീ കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ടൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടികൾ ആരംഭിച്ചു വരുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് അദ്ദേഹം മദ്യത്തിനൊക്കെ അടിമയാണെന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം ചെയ്തു വരുന്നുള്ളൂ. അദ്ദേഹമാണത് ചെയ്തത് എന്ന രീതിയിലുള്ള സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രതിയും നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിലാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല. കാരണം അന്വേഷണത്തിൽ മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കൂ. ഭാര്യയെ താൻ കൊലപ്പെടുത്തിയതായി അപ്പച്ചൻ പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. ഫെസ്റ്റ് ന്യൂസ്, പെരുവന്താനം. തനിക്കെതിരെ ശയനപ്രദക്ഷിണം നടത്തിയ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ മാണിക്ക് സൽബുദ്ധി തോന്നുവാനാണ് ശയനപ്രദക്ഷിണം നടത്തേണ്ടിയിരുന്നതെന്ന് PC ജോർജ്. ബാർക്കോഴ അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ കാണിക്കുന്ന ആത്മാർത്ഥത കോഴ വാങ്ങിയതിനെ കുറിച്ചും അന്വേഷിക്കാൻ കാണിക്കണമെന്നും PC ജോർജ് MLA. കഴിഞ്ഞ ദിവസം PC ജോർജിന് സൽബുദ്ധി തോന്നുവാൻ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ മുണ്ടക്കയത്ത് ശയനപ്രദക്ഷിണം സംഘടിപ്പിച്ചിരുന്നു. ഇതിനെതിരെയാണ് PC ജോർജിന്റെ പ്രതികരണം ഉണ്ടായത്. യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ KM മാണിക്ക് സദ്ബുദ്ധി തോന്നുവാൻ വേണ്ടിയാണ് ശയനപ്രദക്ഷിണം നടത്തേണ്ടിയിരുന്നതെന്ന് PC ജോർജ് MLA പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് പുറത്തുപോയതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ കാണിക്കുന്ന ആത്മാർത്ഥത എന്തുകൊണ്ട് കോഴ വാങ്ങിയ കേസിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ കാണിക്കുന്നില്ലെന്നും PC ജോർജ് ചോദിച്ചു. ആഭ്യന്തരമന്ത്രിയും പറഞ്ഞു അന്വേഷണ റിപ്പോർട്ട് പുറത്തുപോയെന്ന്. അപ്പോൾ അത് പുറത്തുപോയത് അന്വേഷിക്കുന്നതിൻ്റെ 10 ആത്മാർത്ഥമായിട്ട് കട്ടതിനെ പറ്റി ഒന്നും അന്വേഷിക്കാത്തതിന് മാന്യത വേണ്ടി പറഞ്ഞു. കാട്ടുകള്ളന്മാർ ഭരിക്കുന്ന ക്യാബിനറ്റ് ചേരുന്നത് വീതം വെപ്പിന് വേണ്ടിയാണ്. അതെങ്ങനെ ഉമ്മൻചാണ്ടി നിന്ന് കരിങ്കള്ളനും കാട്ടുകള്ളനും മുഴുക്കള്ളന്മാരും എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുകയല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെ രക്ഷപ്പെടാനെ? ഈ ഗവൺമെൻറ് ഒരു ഗവൺമെൻറ്റാണോ? ഇത്രയും വലിയ കള്ളൻ ലോകത്തുണ്ടോ? ഒന്ന് ആലോചിച്ച്. ബഡ്ജറ്റ് 13 ബഡ്ജറ്റ് 13 വിറ്റു. എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടിക്കും അറിയാം. ഉമ്മൻചാണ്ടി ഇത് വീതം വെക്കല്ലേ ഇവർ? ക്യാബിനറ്റ് വീതം വെപ്പ് കമ്മിറ്റി അല്ലാതെ ക്യാബിനറ്റ് അല്ല കൂടുന്നത്. കോഴ വാങ്ങിയ സ്ഥിതിക്ക് മാണിയുടെ ഭാര്യയെയും പ്രതി ചേർക്കണം. എത്രയും വേഗം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി രാഷ്ട്രീയ മേഖല ശുദ്ധീകരിക്കാനുള്ള മാന്യത മാണിയും കുടുംബവും കാണിക്കണം. ചേട്ടത്തെയും കാശി മേടിച്ചുകൊണ്ട് ഓടുകയല്ലേ? അപ്പൻ, മകള്, അമ്മ, മകന് എല്ലാം. ഇതൊന്ന് ആലോചിച്ച് എന്തൊരു നാണക്കേടാ ഇത്. രമേശ് ചെന്നിത്തല വിശ്വാസമില്ലാതായോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: എനിക്ക് ഒരുത്തരും വിശ്വാസമില്ല. കൂട്ടുകള്ളന്മാർ 40 കള്ളന്മാർ, ആലിബാബായി 40 കള്ളന്മാർ, ഇത് ഉമ്മൻചാണ്ടി 20 കള്ളന്മാരും. കോഴ വിഷയത്തിൽ തുടർ നടപടി എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം ഉടൻ വന്നു. ഇന്ന് കൊല്ലത്ത് കേരള കോൺഗ്രസ് പ്രവർത്തകരെല്ലാം കൂടെ മാണിയുടെ കോലം കത്തിച്ചിട്ടുണ്ട്. ഇനി കോലൊക്കെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കോലം കുറെ കത്തിച്ചതല്ലേ, ഇനി ഞാൻ കത്തിക്കാം. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.
കൈതകൃഷി സബ്സിഡി വിഷയത്തിൽ ചില കൈതക്കച്ചവടക്കാരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഒരു വിഭാഗത്തെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് കൂട്ടിക്കൽ യുവജനവേദി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കൂട്ടിക്കലിലെ കൈതകൃഷി സബ്സിഡി വിഷയത്തിൽ ചില കൈതക്കച്ചവടക്കാരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഒരു വിഭാഗത്തെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് കൂട്ടിക്കൽ യുവജനവേദി ഭാരവാഹികൾ ആരോപിച്ചു. കൃഷിവകുപ്പുമായി ഒരു ബന്ധവുമില്ലാത്ത ടൗണിലെ വിദ്യാർത്ഥികളും ചെറുകിട കച്ചവടക്കാരുമായ ആളുകളോട് ബന്ധങ്ങളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ വാങ്ങുകയും അക്കൗണ്ടിൽ തുക എത്തിയപ്പോൾ കൈപ്പറ്റുകയുമായിരുന്നു. മൂവാറ്റുപുഴ സ്വദേശി കൈതക്കച്ചവടക്കാരൻ്റെ കൂട്ടിക്കൽ സ്വദേശിയായ ഇടനിലക്കാരൻ സുഹൃത്ത് ബന്ധം ഉപയോഗിച്ച് നടത്തിയ തട്ടിപ്പിൽ ടൗണിലെ 7ഓളം പേർ ഇരയാകുകയായിരുന്നു. അക്കൗണ്ട് നമ്പർ നൽകിയതിൻ്റെ പേരിൽ തങ്ങൾ ആരിൽ നിന്നും 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല. എന്നാൽ ഫാം ക്ലബ്ബ് സെക്രട്ടറി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയതിനു മറുപടി കൊടുത്ത ശേഷമാണ് ഇതൊന്നും അറിയാതെ തങ്ങളുടെ അക്കൗണ്ടിലൂടെ പണം മാറിയെടുത്തത്. കൃഷി വികസന സമിതിയിൽ വിവരം അറിയിക്കാതെ ഉദ്യോഗസ്ഥന്മാരും ചില മൊത്തക്കച്ചവടക്കാരും ചേർന്ന് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 4ഓളം കച്ചവടക്കാരും കൃഷി ഓഫീസറും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന മാഫിയയാണ് ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. ചെറുകിട കൈതക്കച്ചവടക്കാരായ തങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സഹായിക്കാനും അവരുടെ പണം അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിനുമാണെന്ന് വ്യാജമായി പറഞ്ഞ് തങ്ങളെ മാഫിയ സംഘം വഞ്ചിക്കുകയായിരുന്നെന്നും ഇവർ ആരോപിച്ചു. ഈ 50 ലക്ഷം രൂപ കൈതകൃഷിക്കായി മാത്രം ഈ കൃഷി ഓഫീസറും കൃഷിയും ഓഫീസർമാരും അതുപോലെ 3-4 സ്വകാര്യ വ്യക്തികളും കൂടി ചേർന്നുകൊണ്ട് ഈ 50 ലക്ഷം രൂപ നിരപരാധിയായ ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കുകൾ മേടിക്കുകയുണ്ടായി. അവർ കൃഷിഭവനിൽ പോവുകയോ യാതൊരു പേപ്പറിലോ ഒപ്പിട്ട് കൊടുക്കുകയോ യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവരെ മനഃപൂർവ്വം ഇത് ചതിയിൽ പെടുത്തുകയാണ് ഉണ്ടായത്. ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിച്ചു. എന്തിനാവശ്യം ചോദിച്ചെങ്കിൽ അവർക്ക് കുറച്ച് പൈസ വരാനുണ്ട്, അതിൽ പണം നിക്ഷേപിക്കാനുണ്ടെന്ന് മാത്രമാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ കുറച്ച് ടൗണിൽ കിടക്കുന്ന കുറച്ച് 7ഓളം പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ ചെറിയ കച്ചവടക്കാരുണ്ട്, ചെറിയ ആൾക്കാരുണ്ട്. പാവങ്ങളായ ആൾക്കാരെ മനഃപൂർവ്വം ഈ വ്യക്തികൾ വലയിൽ വീഴ്ത്തിക്കൊണ്ട് മനഃപൂർവ്വം ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 7 ചെറുപ്പക്കാർക്കും വേണ്ടിയും ഈ അവസ്ഥ, ഈ അക്കൗണ്ടിൽ പൈസ കൊടുക്കേണ്ട ബാധ്യത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് 3-4 ആൾക്കാർക്ക് വേണ്ടി വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് ഈ പണം മുഴുവനും ഈ 44 ലക്ഷം രൂപയിലുള്ള 80 ലക്ഷം രൂപ ഈ കൃഷിഭവൻ്റെ ഓഫീസിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ നിരപരാധികളായ 7ഓളം ചെറുപ്പക്കാർക്ക് പറയാനുള്ള കാര്യവും ഇത് നിങ്ങൾ പത്രമാധ്യമങ്ങളോട് പറയാനുള്ള കാര്യം. യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് ശനിയാഴ്ച കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ യുവജനവേദിയുടെ നേതൃത്വത്തിൽ പ്രചരണ യോഗങ്ങൾ സംഘടിപ്പിക്കും. തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹവും കൃഷിഭവന് മുന്നിൽ നടത്തുവാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ യുവജനവേദി ഭാരവാഹികളായ നിയാസ് പാറയിൽ പുരയിടത്തിൽ, നഹാസ് ഇക്ബാൽ, നജീബ് കടകൂര എന്നിവർ പങ്കെടുത്തു. 89-ാം വയസ്സിൽ 9ാമത് തലമുറകളുടെ നേർസാക്ഷിയായി നിന്ന ജാതിമരത്തെ പരിപാലിക്കുകയാണ് കണ്ണിമല മഞ്ഞളരുവി ചേന്നാട്ട് കുട്ടിയമ്മ. ഗൃഹാതുരത്വത്തിൻ്റെ മധുര സ്മരണയുമായി ഇന്നും 86-ാം വയസ്സിൽ 9 തലമുറകളുടെ നേർസാക്ഷിയായി നിന്ന ജാതിമരത്തെ പരിപാലിക്കുകയാണ് കണ്ണിമല മഞ്ഞളരുവി ചേന്നാട്ട് കുട്ടിയമ്മ എന്ന് വിളിക്കുന്ന ത്രേസ്യാമ്മ. ത്രേസ്യാമ്മയുടെ ഭർത്താവ് ചാക്കോയുടെ ജനനസമയത്ത് അച്ഛൻ മത്തായിയാണ് മകൻ്റെ പ്രായത്തെ അനുസ്മരിച്ച് ജാതിമരം നട്ടത്. 16-ാം വയസ്സിലായിരുന്നു ത്രേസ്യാമ്മയുടെയും ചാക്കോയുടെയും വിവാഹം നടന്നത്. അന്ന് ജാതിമരത്തിന് 8 അടി മാത്രം ഉയരം ഉള്ളായിരുന്നു. ഭർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ത്രേസ്യാമ്മയാണ് അന്നു മുതൽ ജാതിമരത്തെ പരിപാലിച്ചിരുന്നത്. ഭർത്താവ് ചാക്കോ 5 വർഷം മുമ്പ് മരണപ്പെടുകയും ചെയ്തു. ത്രേസ്യാമ്മയ്ക്ക് 5 മക്കളും 12 ചെറുമക്കളുമാണ് ഉള്ളത്. ഇളയ മകൻ ചാക്കോച്ചൻ്റെ കൂടെയാണ് ത്രേസ്യാമ്മയുടെ താമസം. ദിനചര്യ എന്ന പോലെ ജാതിമരത്തെ പരിപാലിക്കുന്ന ജോലി ഇന്നും തുടരുകയാണെന്ന് ത്രേസ്യാമ്മ പറയുന്നു. കാരണവർ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അന്വേഷിക്കുകയും എല്ലാ പരിപാടിയും ചെയ്തുകൊണ്ടിരുന്നത്. അതിന് വെള്ളം എടുക്കുകയും പിന്നെ മരുന്ന് കേട് വരുന്നിടത്ത് മരുന്ന് തേക്കുകയും ഇതെല്ലാം ചെയ്ത് അതിനെ അത്രയും വലുതാക്കി കൊണ്ടുവന്നു. അതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. ആദ്യം വെച്ച വല്യപ്പൻ വെച്ചതാണ്, അപ്പൻ്റെ അപ്പൻ, എൻ്റെ കെട്ടിയൻ്റെ അപ്പൻ വെച്ചതാണ്. അതെ, ആ ഓർമ്മയ്ക്ക് ജാതി ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത്. അതിന് വെള്ളവും വളവും എല്ലാം ഒരുപാട് ഉണക്കിൻ്റെ വേനൽക്കാലത്താണ് ഇപ്പം വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയും നമുക്ക് പിന്നെ എന്നൊക്കെ ഈ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ.
വെള്ളമൊക്കെ അടിച്ചുകൊണ്ട് എൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി വെള്ളം ഒഴിച്ച് എല്ലാ ദിവസവും കാലത്തും വീട്ടും കൊണ്ട് വെള്ളം ഒഴിച്ച് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനൊരു 90 പഴക്കം കാണും അതിന്. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ വരുമ്പോൾ ഈ ചെറിയ ജാതി ഉണ്ട്. അതിന് കാരണവരും മരിച്ചു കഴിഞ്ഞ പിന്നെ ഞാൻ അതിന് നോക്കി അന്വേഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. 90 വർഷമായി നിലനിൽക്കുന്ന മരമുത്തശ്ശിയായ ജാതിമരം 1000 ഓർമ്മകളുടെയും സ്വപ്നങ്ങളുടെയും സ്മരണയുമായി ഇന്നും നിലനിൽക്കുകയാണ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തിങ്കളാഴ്ച നറുക്കെടുത്ത 2 വിൻ ലോട്ടറികൾക്ക് ഒരേ സീരിയൽ നമ്പറുകൾ. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തിങ്കളാഴ്ച നറുക്കെടുത്ത വിൻ ലോട്ടറിയുടെ ഒരേ സീരീസിൽ ഒരേ നമ്പറിലുള്ള 2 ടിക്കറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി പട്ടിമന്റെ സ്വദേശിയായ ശശീന്ദ്രൻ വിൽപ്പനയ്ക്കായി കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലിലുള്ള ശ്രീ ലോട്ടറി ഏജൻസിയിൽ നിന്നും മേടിച്ച ടിക്കറ്റിലാണ് ഈ ഇരട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായി ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന ശശീന്ദ്രൻ ടിക്കറ്റ് വിൽപ്പനയ്ക്കായി തരംതിരിക്കുമ്പോഴാണ് ഇത്തരമൊരു സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. WA മുതൽ WH വരെ 7 സീരീസുകളായി അച്ചടിച്ചിരിക്കുന്ന ടിക്കറ്റിന്റെ 63 ലക്ഷം ടിക്കറ്റുകളാണ് ഇപ്പോൾ അച്ചടിച്ചിരിക്കുന്നത്. ടിക്കറ്റുകൾ തമ്മിൽ ഒത്തുനോക്കിയാൽ യാതൊരു വ്യത്യാസവും കണ്ടെത്താനാവില്ല. ഒരേ ഗുണമേന്മയിൽ അച്ചടിച്ചിരിക്കുന്ന ടിക്കറ്റിൽ വ്യാജന ഏത് ഒറിജിനൽ ഏത് എന്ന് കണ്ടെത്താനുമാവുന്നില്ല. പ്രിന്റിംഗിൽ വന്ന പിശകാണോ അതോ വ്യാജനാണോ എന്നറിയണമെങ്കിൽ സൂക്ഷ്മമായ പരിശോധനയും വേണ്ടിവരും. അതേസമയം ഈ ടിക്കറ്റിന് 1ാം സമ്മാനം ലഭിച്ചിരുന്നെങ്കിൽ ലോട്ടറി വകുപ്പ് കനത്ത വില നൽകേണ്ടിയും വന്നേനെ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഡിവൈഎഫ്ഐ പാറയിലമ്പലം യൂണിറ്റ് സമ്മേളനം നടന്നു. സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷററുമായ ഷമീം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. SSLCക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ സമ്മേളനത്തിൽ ആദരിച്ചു. റിനോഷിനെ പ്രസിഡന്റായും അരുൺകുമാറിനെ സെക്രട്ടറിയായും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. പുലിക്കുന്ന് ക്ഷീരോത്പാദക സംഘത്തിൽ നടന്ന ലക്ഷങ്ങളുടെ തട്ടിപ്പിൽ സംഘം സെക്രട്ടറിയെ കരുവാക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെടുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് BJP മുണ്ടക്കയം പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. തട്ടിപ്പിനെ കുറിച്ച് സമഗ്ര അന്വേഷണം ഉണ്ടാകാത്ത പക്ഷം BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. PG സജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KB മധു, KM പുരുഷോത്തമൻ, OC യേശുദാസ്, ടിലു തോമസ്, K രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടക്കയം സ്കോളേഴ്സ് അക്കാദമിയുടെ കീഴിൽ ഉന്നത വിദ്യാഭ്യാസം, പൊതുപരീക്ഷകൾ, ഇന്റർവ്യൂ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകുന്നു. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ 10 മണി മുതൽ ക്ലാസുകൾ നൽകുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് ക്ലാസുകളിൽ പങ്കെടുക്കാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരുവന്താനം ആനചാരിയിൽ വീട്ടമ്മ വെട്ടേറ്റ് മരിച്ചു. കൊട്ടാരത്തിൽ അപ്പച്ചന്റെ ഭാര്യ മേരിയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബാർക്കോഴ അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ കാണിക്കുന്ന ആത്മാർത്ഥത കോഴ വാങ്ങിയതിനെ കുറിച്ചും അന്വേഷിക്കാൻ കാണിക്കണമെന്നും PC ജോർജ് MLA. കൈതകൃഷി സബ്സിഡി വിഷയത്തിൽ ചില കൈതക്കച്ചവടക്കാരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഒരു വിഭാഗത്തെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് കൂട്ടിക്കൽ യുവജനവേദി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വാർത്ത സമാപിക്കുന്നു. നമസ്കാരം.